പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 6 ആണ്. ഇതിന് മുൻപുള്ള 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. ദയവായി ആ വീഡിയോസ് കൂടെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നാം പറയാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ഒന്നിച്ചു നിലനിൽക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ആഹാര ശൃംഖലയെക്കുറിച്ചാണ്. നമുക്ക് ആരംഭിക്കാം. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ അതിൻ്റെ ചുറ്റുപാടിനെ ആവാസം എന്ന് വിളിക്കുന്നു. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഇംഗ്ലീഷിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ജീവിയ ഘടകങ്ങൾ, അജീവീയ ഘടകങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തുക്കളെയാണ് ജീവിയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സസ്യങ്ങളും ജന്തുക്കളും ഈ വിഭാഗത്തിൽ പെടുന്നു. ഇനി അജീവീയ ഘടകങ്ങൾ, ജീവനില്ലാത്ത ഘടകങ്ങളാണ് അജീവീയ ഘടകങ്ങൾ. മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയവയെല്ലാം എന്തിൽ വരുന്നു? അജീവീയ ഘടകങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങളെ ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ വിവിധ തരം ജീവികൾ ജീവിക്കുന്നുണ്ടാവും. ഇവ തമ്മിലുള്ള ആഹാര ബന്ധങ്ങളെയാണ് ആഹാര ശൃംഖല, ഇംഗ്ലീഷിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണി അല്ലെങ്കിൽ ആദ്യം വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. കാരണം അവയാണ് സ്വന്തമായി ആഹാരം സൂര്യപ്രകാശത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും ഒക്കെ സഹായത്തോടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത്. അവസാനത്തെ കണ്ണി എപ്പോഴും ആരായിരിക്കും? മാംസഭുക്കായ ജീവികളായിരിക്കും. അപ്പോൾ ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും ഹരിത സസ്യവും അവസാനത്തെ കണ്ണി എപ്പോഴും മാംസഭുക്കുകളും ആയിരിക്കും. ഇവയ്ക്കിടയിൽ വരുന്നവ സസ്യഭുക്കുകളോ മിശ്രഭുക്കുകളോ ആകാം. അപ്പോൾ സസ്യഭുക്കുകൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവ, മിശ്രഭുക്കുകൾ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവ. നമ്മൾ മിശ്രഭുക്കുകളാണ്, മനുഷ്യർ മിശ്രഭുക്കുകളാണ്. സസ്യഭുക്കുകൾക്ക് ഇംഗ്ലീഷിൽ ഹെർബിവോസ് എന്ന് പറയുന്നു, മിശ്രഭുക്കുകൾക്ക് ഓംനിവോസ് എന്ന് പറയുന്നു, മാംസഭുക്കുകൾക്ക് കാർണിവോസ് എന്നും പറയുന്നു. അതുകൂടെ ഇതിൻ്റെ ഒപ്പം പഠിക്കുക. അപ്പോൾ ചിത്രത്തിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ചെയിനിൻ്റെയാണ്, ആഹാര ശൃംഖലയുടേതാണ്. ആദ്യത്തേത് പുല്ല്. പുല്ല് മാൻ തിന്നുന്നു, മാനിനെ സിംഹം ഭക്ഷിക്കുന്നു. രണ്ടാമത്തെ നമുക്കൊന്ന് ഫിൽ ചെയ്യാം. ആദ്യം എപ്പോഴും എന്ത് തന്നെയാണ്? നമ്മൾ പറഞ്ഞു ഹരിത സസ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു. ഇനി വീണ്ടും മൂന്നാമത്തേതും പുല്ലോ മറ്റു സസ്യങ്ങളോ സസ്യങ്ങളുടെ ഇലകളൊക്കെ നമുക്ക് പറയാം. അവയെ പുഴു ഭക്ഷിക്കുന്നു, പുഴുവിനെ കോഴി ഭക്ഷിക്കുന്നു. കോഴി കുറുക്കൻ അല്ലെങ്കിൽ പരുന്ത് പോലുള്ള ജീവികൾക്ക് ആഹാരമാകുന്നു. അപ്പോൾ എന്താണ്? ആഹാരത്തിന് വേണ്ടിയാണ് ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവയെല്ലാം ആഹാര ശൃംഖല, ഫുഡ് ചെയിനിന് ഉദാഹരണമാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഭക്ഷ്യ ശൃംഖലാജാലം, ഫുഡ് വെബ് എന്നുള്ളതാണ്. വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാജാലം, ഫുഡ് വെബ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ, വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് ചെയിനുകൾ തമ്മിൽ ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? ഭക്ഷ്യ ശൃംഖലാജാലം, ഇംഗ്ലീഷിൽ ഫുഡ് വെബ് എന്ന് പറയുന്നു. നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഭക്ഷ്യ ശൃംഖലാജാലമാണ്. അപ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് എന്താണ്? ഭക്ഷ്യ ശൃംഖലാജാലം, ഫുഡ് വെബാണ്. നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ആദ്യം എല്ലാത്തിലും ഹരിത സസ്യമായ പുല്ല് അല്ലെങ്കിൽ സസ്യങ്ങൾ, മരങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. പിന്നീട് വരുന്നതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ആദ്യത്തെ തന്നെ പറയാം. പുല്ല് ഭക്ഷണമാക്കുന്നത് ആട്, മുയൽ എന്നിവ. അവയെ ഭക്ഷണമാക്കുന്നത് സിംഹം,
പുലി, മനുഷ്യൻ എന്നിവ. ഇനി ഈ പുല്ല് തന്നെ ഡയറക്റ്റ് ആയിട്ട് മാൻ ഭക്ഷിക്കുന്നു, മാനിനെയും സിംഹം, പുലി എന്നിവ ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആഹാര ശൃംഖലകൾ, ഫുഡ് ചെയിനുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നതാണ് എന്ത്, ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ് എന്ന് അറിയപ്പെടുന്നത്. ഹരിത സസ്യങ്ങൾ ആഹാരം സ്വയം നിർമ്മിക്കുന്നു. അവ അതിനാൽ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് വഴിയാണ് ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ അവയെ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവ ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നാം അടക്കമുള്ള ജീവജാലങ്ങൾ എന്തിലാണ് വരുന്നത്, ഉപഭോക്താക്കൾ എന്ന ഗണത്തിലാണ് വരുന്നത്. നമ്മളെല്ലാം കൺസ്യൂമേഴ്സ് ആണ്. ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവികളെ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇനി എന്താണ് വിഘാടകർ, ഡീകമ്പോസേഴ്സ് എന്ന് നോക്കാം. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. അപ്പോൾ ജൈവ അവശിഷ്ടങ്ങളെ, അതായത് നമ്മുടെ സസ്യങ്ങളും ജന്തുക്കളുമൊക്കെ മരണപ്പെട്ട് ശവശരീരമായി മാറിക്കഴിഞ്ഞാൽ അവയുടെ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയെയാണ് എന്തു പറയുന്നത്, വിഘാടകർ, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭിക്കുന്നു. അപ്പോൾ ഈ വിഘാടകരുടെ പ്രവർത്തന ഫലമായി അവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുന്നു. ഈ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ മറ്റ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ലഭ്യമാകുന്നു. അപ്പോൾ ചിത്രത്തിൽ ഫംഗസിന്റെയും ബാക്ടീരിയയുടെയും ഒക്കെ സൂക്ഷ്മ ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ നോക്കാം. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്ന് വിശദമാക്കാം. ഉൽപാദകർ, നാം പറഞ്ഞ ഹരിത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അവ ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കൾ എന്ന് അറിയപ്പെടുന്നു. അവ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവയുടെ മൃതാവശിഷ്ടം വിഘാടകർ വിഘടിപ്പിക്കുന്നു. മാത്രമല്ല ഉൽപാദകരായ ഹരിത സസ്യങ്ങളുടെയും കാലം ശേഷം, അതായത് സസ്യങ്ങൾ, മരങ്ങൾ തുടങ്ങിയവ നശിച്ചു കഴിഞ്ഞാൽ അവയുടെ മൃതാവശിഷ്ടവും വിഘാടകർ തന്നെയാണ് വിഘടിപ്പിക്കുന്നത്. വിഘാടനം സംഭവിച്ചതിന് ശേഷം അവ പോഷക ഘടകങ്ങളായി വിഘടിക്കപ്പെടുന്നു. ഈ പോഷക ഘടകങ്ങൾ വീണ്ടും ഉൽപാദകരായ സസ്യങ്ങൾ, ഹരിത സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഈ മൊത്തത്തിലുള്ള പ്രോസസ്സ് എന്താണ്, ഒരു സൈക്ലിക് പ്രോസസ് ആണ്. തുടങ്ങിയെടുത്ത് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിനെ എന്ത് വിളിക്കാം, സൈക്ലിക് പ്രോസസ് ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ആവാസ വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഭക്ഷ്യ ശൃംഖലയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഭക്ഷ്യ ശൃംഖലയുടെ കുറച്ച് എക്സാമ്പിൾസും നോക്കി. ദെൻ ഭക്ഷ്യ ശൃംഖലാ ജാലം എന്താണെന്ന് പറഞ്ഞു. വിവിധ ഭക്ഷ്യ ശൃംഖലകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖലാ ജാലം. പിന്നീട് ഉൽപാദകർ ഹരിത സസ്യങ്ങളാണെന്ന് പറഞ്ഞു. ഉപഭോക്താക്കൾ, നാം അടക്കമുള്ള മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ, ജീവിവർഗങ്ങൾ ഉപഭോക്താക്കളിൽ പെടുന്നു. കാരണം അവ ആഹാരത്തിനായി ഉൽപാദകരെ, ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. പിന്നീട് വിഘാടകരായ ഫംഗസ്, ബാക്ടീരിയ എന്നീ സൂക്ഷ്മജീവികളെ കുറിച്ചും പറഞ്ഞു. പിന്നീട് ഇവയെല്ലാം, ഈ പ്രവർത്തനങ്ങളെല്ലാം എന്താണ്, ഒരു സൈക്ലിക് പ്രോസസ് ആണെന്നും പറഞ്ഞു. പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.